ഹേ ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വിഷു സ്പെഷ്യൽ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഞാൻ വിഷുവിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഇത്. ഇപ്പോൾ റാട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ റാട്ടെന്നാണ് പറയാറുള്ളത്. ചില സ്ഥലത്തൊക്കെ ചക്രം എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്തതായിട്ട് ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ പടക്കം കയ്യിൽ വെച്ച് പൊട്ടിക്കാൻ പേടിയായതുകൊണ്ട് ഒരു കടലാസിൽ പൊതിഞ്ഞിട്ടൊക്കെയാണ് പടക്കം പൊട്ടിക്കുന്നത്. പിന്നെ ഞാൻ കണി ഒരുക്കാൻ വേണ്ടി പോയി. ഞങ്ങൾ തലേ ദിവസം തന്നെ കണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മമ്മേൻ്റെ വീട്ടിൽ നിന്നാണ് വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ ഞാൻ മാമീൻ്റെ കൂടെ കണി ഒരുക്കാൻ സഹായിക്കുകയാണ്. പിന്നെ ഞാൻ വീണ്ടും കമ്പിത്തിരി കത്തിക്കാനും പിന്നെ ചൂളപ്പൂ കത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നു. ഞാൻ വീണ്ടും കണിയൊരുക്കുന്നിടത്തേക്ക് വന്നു. കൃഷ്ണ വിഗ്രഹം വെച്ചിട്ടുണ്ട്, പിന്നെ നവധാന്യങ്ങൾ വെച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്, പിന്നെ ചിരാതിൽ തിരിയിട്ട് വെച്ചിട്ടുണ്ട്, ഗ്രന്ഥങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിരാതിൽ തിരിയിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് കമ്പിത്തിരിയൊക്കെ കത്തിക്കും, എന്നിട്ട് പിന്നെയും കണിയൊരുക്കാൻ പോവും, പിന്നെയും കമ്പിത്തിരി കത്തിക്കും, എന്നിട്ട് പിന്നെയും കണിയൊരുക്കാൻ വേണ്ടി വരും. ഇതാണ് മെയിൻ പരിപാടി. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ പുലർച്ചെ 4 മണിക്ക് എണീറ്റ് കണി കണ്ടു. മലർമാതിൻ കാതൻ വസുദേവാത്മജ പുലർകാലേ പാടി കുഴലോദേ ചിലുചിലേയും കിലുമും കാജന ചിലമ്പിട്ടോടിവ. ഞാനിപ്പോൾ അമ്പലത്തിൽ പോകാൻ നോക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മമ്മേൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാൻ വിഷുവിന് സ്ഥിരമായിട്ട് എൻ്റെ നാട്ടിലുള്ള ഒരു അമ്പലത്തിലാണ് പോവാറ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമ്പലത്തിൽ പോയി അവിടുന്ന് കൈനീട്ടമൊക്കെ കിട്ടി. ഞാൻ അമ്പലത്തിൽ വെച്ച് പാപ്പനെ കണ്ടിരുന്നു. അപ്പോൾ പാപ്പൻ എനിക്ക് കൽക്കണ്ട വഴിപാട് കഴിപ്പിച്ചത് തന്നു. പിന്നെ ഞാൻ അവിടുന്ന് പാപ്പൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെയായിരുന്നു അച്ചമ്മ ഉണ്ടായിരുന്നത്. അച്ചമ്മയെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം ഞാൻ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ അവിടെയാണുള്ളത്. പാപ്പൻ്റെ വീട്ടിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ട് ഞാൻ പിന്നെ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചായയൊക്കെ കുടിച്ചത്. ചായക്ക് അപ്പം, ഭൂരി, പഴംപൊരി, അങ്ങനെ കുറേ സ്പെഷ്യൽ പലഹാരങ്ങളുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി ഉച്ചയ്ക്ക് സദ്യ കഴിച്ചു. അതൊരു സ്പെഷ്യൽ വൈബായിരുന്നു. പിന്നെ സദ്യയുടെ കൂടെ ചിക്കനും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു മാലപ്പടക്കം പൊട്ടിക്കാൻ പോവുകയാണ്. അങ്ങനെ രാത്രിയായപ്പോൾ ഞങ്ങൾ വീണ്ടും കമ്പിത്തിരിയൊക്കെ കത്തിക്കാൻ തുടങ്ങി. ഗായ്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.